तेरा रब मेरा रब 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 तेरा रब मेरा 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 रब तेरा रब पंजाबी पंगड़ा നെഞ്ചോ അങ്ങനെ നമ്മൾ പഞ്ചാബിലെത്തി. 1.5 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ പഞ്ചാബിലെത്തുന്നത്. ഈ പഞ്ചാബിൽ ഈ ദാബയുടെ പ്രത്യേകത അറിയോ? ഇല്ല. ഇവിടുത്തെ പഞ്ചാബിക്ക് മലയാളം അറിയാം. അത് ആശാൻ പറഞ്ഞത് നന്നായി. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കണ വിചാരിക്കും നമ്മള് മൊത്തം ഹിന്ദിയിലാണ് കളിക്കാൻ പോണെന്ന്. മലയാളത്തിൽ കളിച്ചിട്ട് കേരള പിന്നെ ഹിന്ദി. അഥവാ ഇനി ആരെങ്കിലും ഇടയ്ക്ക് ഹിന്ദിയും കൊണ്ടുവന്ന എന്ത് ചെയ്യും? അവരവിടെ നിന്ന് പറഞ്ഞു പൊക്കോളും, നീ മിണ്ടണ്ട. അതല്ലെന്ന്, പിന്നെ ഹിന്ദി പറഞ്ഞ ആരെങ്കിലും വന്നാൽ നമ്മൾ എന്തെടുത്തു പറയുമെന്ന്. അതായത് നമ്മൾ ഇവിടെ എന്ത് പറഞ്ഞാലും അതിന്റെ കൂടെ ജാത്താഹേന്ന് ചേർത്താൽ മതി. ജാത്താഹേ? നിനക്കിപ്പോ ഒരു ചായ വേണമെങ്കിൽ ഒരു ചായ ജാത്താഹേ, ഒരു ഗ്ലാസ് ചൂടുവെള്ളം ജാത്താഹേ, ഒരു ഗ്ലാസ് പച്ചവെള്ളം ജാത്താഹേ. അത്രയുള്ള കേസുള്ളൂ. പക്ഷേ ക്ലച്ച് പിടിക്കണില്ലടാ. അത് വണ്ടി വല്ലപ്പോഴും വർക്ക്ഷോപ്പിൽ കയറ്റണം, എങ്കിലേ ക്ലച്ച് പിടിക്കൂ. അതല്ലെന്ന് 25 വർഷമായി വളയം പിടിക്കാൻ തുടങ്ങി. ഞാൻ ഇതുവരെ ജീവിതത്തിൽ ക്ലച്ച് പിടിച്ചല്ലാതെ. അങ്ങനെയല്ലെന്ന്, ഈ വണ്ടിപ്പണി എന്ന് പറഞ്ഞ തെണ്ടിപ്പണിയാണ്, അതറിയാമോ? അങ്ങനെ ഒരിക്കലും പറയരുത്. വണ്ടിപ്പണി തെണ്ടിപ്പണി അല്ല. എടാ, നമ്മൾ വണ്ടിപ്പണി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കാശ് കിട്ടും. കാര്യം നമ്മൾ ബോംബെ, ഗുജറാത്ത് ഒക്കെ പോടുക. അവിടെ നമ്മളതിൽ കാശിട്ടിക്ക് അനാവശ്യമായ ഒരുപാട് ചെലവുകളും കാണും. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഈ കാശൊക്കെ കൂട്ടി കൂട്ടി വെച്ചൊരു 10 സെന്റ് സ്ഥലം മേടിക്കാം, അടിപൊളി വീട് പണിയാം, അടിപൊളിയായിട്ട് മാനം മര്യാദയ്ക്ക് ജീവിക്കാം. നീ അങ്ങനെ ജീവിക്കണം. അല്ലെങ്കിൽ എന്നെ പോലെ എന്നും ലോറിയിൽ കിടന്ന് ഉറങ്ങേണ്ടി വരും. ഈ ലോറി ആശാനെ സംബന്ധിച്ച് ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. കാര്യം 79 മോഡൽ വണ്ടി ആണെങ്കിലും എന്റെ ചങ്കാടവൻ എന്നെ ഇന്ന് വരെ എന്റെ വണ്ടി ചായച്ചിട്ടില്ലടാ. ഒരു കാര്യത്തിൽ ഞാൻ ആശാനെ സമ്മതിച്ചെന്നെങ്കിൽ ഇത്രയും വലിയ വണ്ടി ഓടിച്ച് ആശാൻ പോകുമ്പോഴേ ആശാ ഈ ഫ്രണ്ട് എങ്ങനെ കാണുന്നത്? ഞാൻ എന്തിനാ ഫ്രണ്ട് കാണുന്നത്? ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാർക്കറിയാനുള്ള വന്നത് വണ്ടിയാന്ന്. അവര് മാറിക്കോളും. അങ്ങനെ. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ എവിടെയെങ്കിലും ഇറങ്ങി കഴിക്കാന്ന് പറഞ്ഞപ്പം ആശാനാണ് പറഞ്ഞത് അവിടെ ഇറങ്ങി കഴിക്കണ്ട, ഇത്തിരി ഉള്ളിലോട്ട് പോയാൽ നല്ലൊരു കടയുണ്ടെന്ന്. ഞാൻ ഇവിടെ ഒന്നും കണ്ടില്ലേ ആശാനെ? എടാ, ഇതങ്ങനെ ആപ്പ് ഉപ്പ കടയല്ല. എന്റെ അബി ദോസ്ത്, എന്റെ ചങ്ക്, എന്റെ ഗബ്ബാർ സിംഗിന്റെ താപയാണത്. പിന്നെ ഗബ്ബാർ സിംഗ് ഞാൻ നമ്മളുള്ള ആൽബം എന്തെന്ന് നിനക്കറിയാമോ? അവന്റെ പാവുബജി നീ കണ്ടിട്ടുണ്ടോ? അവന്റെ ബാപ്പുജി ഞാനെന്തിനാ കാണുന്നത്? ബാപ്പുജിനെ അല്ലെന്ന്, അവന്റെ പാവുബജി നീ കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ആശാൻ കഴിച്ചിട്ടുണ്ടോ? അത് കഴിക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നേക്കണത്. അങ്ങനെ ഒന്നാണ്. ഇവിടെ ആരെയും കാണാനും ഇല്ലല്ലോ ഇതുവരെ. ഇവിടെ വന്നിട്ട് കുറെ നേരം. അരെ ബോയ്, ഹലോ, മേഹു ആ ഗയാ. വരടാ. ആയിയേ 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 ആയിയേ. അയ്യേ അയ്യേ എന്ന് പറയേണ്ട കാര്യമില്ല, ഞാൻ തുണി നിർത്തേണ്ട. സോഹൻ സിംഗ്, സോഹൻ സിംഗ്. അരെ ബോയ്. ബായ് നെയ്യേ. പിന്നെ ഞങ്ങൾ പഞ്ചാബികൾക്ക് ഞങ്ങളെ സിംഗ് ചേർത്ത് വിളിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. യു കോൾ മീ സോഹൻ സിംഗ്. ഞാനേ നിന്നെ ബായി അങ്ങോട്ട് വിളിക്കും. നിനക്ക് സൗകര്യമുണ്ടെങ്കിൽ വിളി കേട്ടാ മതി. പിന്നെ ഈ ചെറുക്കന് ഒരു പാലും വെള്ളം ചാത്താഹേ, എനിക്ക് കടുപ്പത്തിൽ ഒരു ചായ ചാത്താഹേ. ഒരു കാര്യം ഞാൻ പറയുവാണ്, നാം മാത്രമേ ഇവിടെ ജോലിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ അത് എന്നോട് ഒരുമിച്ച് പറയണം, അല്ലാതെ രണ്ടാമതായിട്ട് പറയാൻ നിൽക്കരുത്. ആശാനെ, ആശാന്റെ കൂട്ടുകാരന്റെ കടയിൽ എന്നിട്ട് പുള്ളി നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നു. ആശാന്റെ കൂട്ടുകാരനല്ലേ അത്? എന്റെ കൂട്ടുകാരനല്ലാതെ പിന്നെ ഇവന് വേറെ ആരാന്റെ ജോലിക്ക് വെച്ചേക്കണവൻ. അവൻ എന്താണ് നമ്മുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത്? ജോലിക്കാരനാണോ? എന്നിട്ടാണോ ഇത് പറഞ്ഞത്? എനിക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ചാത്താഹേ. ചൂടുവെള്ളം ചാത്താഹേ. കൊണ്ടുവരട്ടെ, കൊണ്ടുവരട്ടെ. പിന്നെ ചൂടുവെള്ളം ചൂടാണ്. ആശാൻ ഒരു ചായ ചാത്താഹേ. ചായ ചാത്താഹേ. വേഗം ചാത്തായിക്കടാ. ചായ. ആശാൻ ഒരു പാവുബജി ചാത്താഹേ. ഞാൻ ആദ്യമേ പറഞ്ഞു എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് എന്നോട് ഒരു സമയത്ത് പറയണം. ഹലോ, അല്ലാതെ നിങ്ങൾ തോന്നുമ്പോ പറയുകയാണെങ്കിൽ അത് എടുത്തു തരാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? അത് പറ്റില്ല. കാശല്ലേ എണ്ണി തരുന്നത്? ഞാനും എന്റെ ആശാനോട് ഇവിടെ കസ്റ്റമറാണ് ഞങ്ങൾ. കാശ് എന്ന് എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ തരില്ല. എന്താ പ്രശ്നം? ഇതെന്തോന്ന് കോലം? ഇതെന്തോന്ന് കോലം? അയ്യേ, വയലന്റ് ആവുമ്പോ ഒരു മര്യാദക്ക് വയലന്റ് ആവും. ഇനി പോയി വയലന്റ് ആവും. പോ. ചായ തരാൻ പറ്റില്ല. ചായ തരാൻ പറ്റില്ല. എന്ത് നിന്നെ പറ്റില്ല? ഞാൻ കാണണല്ലോ. എനിക്ക് നീ ചായ തന്നിട്ടാ ഞാൻ ഇവിടെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം എന്റെ അടുക്ക ഒരു സമയം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്തു തന്നെ. എനിക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും തരാൻ പറ്റില്ല. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ വാങ്ങിക്കണം. നിന്റെ വാങ്ങിച്ചെടുക്കൂടാ. എന്റെ ആശാൻ കാശാൻ തരുന്നെങ്കിൽ
തന്നില്ലെങ്കിൽ ഞങ്ങൾ എഴുതി വാങ്ങിക്കും. രണ്ടാമത് വേറൊരു കാര്യം, ഈ കടയ്ക്ക് ഒരു ഉത്തരവാദിത്തം വേണം. ഇവിടെ ഒരു മുതലാളി ഉണ്ടല്ലോ, അവനെ വിളിച്ച് പറ, ഇവനെ പറഞ്ഞു വിടാൻ. ഞാൻ പറയും, അവരോട് പറയും, നിന്റെ പണി ഇവിടുന്ന് കളയിക്കും. അതെങ്ങനെ ഉത്തരവാദിത്തം വേണ്ടേ? ഹോട്ടലെന്ന് എഴുതി വെച്ചേക്കുന്ന ബോർഡ് പോലും മറിച്ചിട്ടില്ല. അവന്റെ ബോർഡ് ഇതൊക്കെ എടുത്ത് കളയാം. അവനെ ബോർഡും വെച്ച് അവനെ മാസ്റ്റർ സോഹൻ സിംഗ്, ദ പവർ ഓഫ് പഞ്ചാബ്. അവന് ആശ അടിക്കണ്ട. ആരെന്ത് ആശ ഇല്ലാതായി പോ. ആശ ഇല്ലാതെ കാര്യം പറയടാ. ആശാനെ, എന്ത് തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നത്. ഞാൻ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയും. ചുമ്മാ എനിക്കിത് ചൊറിയണം. വായിക്കാൻ അറിഞ്ഞൂടെന്ന് എനിക്കറിയാം, എന്നാലും പടമെങ്കിലും നോക്ക്. നമ്മള് വന്ന് പെട്ട സ്ഥലം മാറി. ഞാൻ എന്തെങ്കിലും നമ്പറൊക്കെ അടിക്കും, നീ എന്റെ കൂടെ കട്ടയ്ക്ക് നിന്നേക്കണം. ഒരു മരക്കസേര ചുമ്മാ വലിച്ചൊടിച്ചിട്ട് നീ ഇവിടെ കിടന്ന് മുട കാണിക്കുക. ഞാൻ ആരാന്ന് നിനക്കറിയാവോ? എടാ, നീ വന്ന് കേരളത്തിൽ വന്ന് അന്വേഷിക്കണം ഞാൻ ആരാന്ന്. അല്ലെങ്കിൽ ചോദിച്ചു നോക്കടാ. എവിടെ? എടാ, എന്റെ കൊച്ചിനോട് ചോദിക്കാൻ. ഏത് കൊച്ചി? എടാ, ഈ നിക്കണ അവനാ. അടിയാടാ, നിന്റെ ബോധം പോയാ? ബോധമൊന്നും പോയില്ല, ചത്തോല കിടക്കുന്നു. എന്നെ എങ്ങനെ അവ എടുത്തിട്ട് അലക്കി ഇവിടെ പിഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ പിന്നെ ആരും ഇല്ല. അങ്ങനെയല്ല, കൂട് കൊടുക്കാൻ എങ്ങോട്ടാണോ പോവാ. ലോറി സ്വന്തമായിട്ടുണ്ട്, എന്നെ കൊണ്ട് പറ്റൂല. എന്ന് വാങ്ങി നീ എന്തൊക്കെയാ ഇവിടെ കിടന്ന് പറഞ്ഞത്? എന്ത്? നീ എന്തൊക്കെയാ ഇവിടെ കിടന്ന് പറഞ്ഞത്? എന്ത് പറഞ്ഞു? എന്റെ ആശാനെ തൊടുന്നോടാ. നാടുണ്ടിന്ന് കണ്ണാടിക്കല് പേരാണ്. അടിതട ചോടും വരുതിയിലാക്കിയ വീരുതന്മാരുടെ ഊരാണ്. ഓരിനിറങ്ങിയ നേരത്തെല്ലാം വീര്യം കണ്ടത് നേരാണ്. അതെ, നമ്മൾ ഇങ്ങനെ കളിച്ച സ്ലോ മോഷൻ കളിച്ചു കഴിഞ്ഞാൽ എഡിറ്റർമാർക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇത് നേരത്തെ പറയണ്ടേ? എന്നെ കളിക്കാൻ തോട്ട് കളിക്കണേ. അയ്യോ, എടാ, നീ എന്താ പറഞ്ഞ? നിന്റെ കൂട്ടുകാരന്റെ കടയോ? ഏത് കൂട്ടുകാരൻ? ഗബ്ബാർ സിംഗ്. ഗബ്ബാർ സിംഗ്. ഗബ്ബാർ സിംഗും ഞാനും തമ്മിൽ ഗുസ്തി നടത്തി. ഇപ്പൊ ഈ കട എന്റത്. ഇനി നീ ഞാനും തമ്മിൽ ഗുസ്തി നടത്തുന്നു. നീ എന്നെ തോപ്പിച്ച ഈ കട നിന്റത്, അല്ലെങ്കിൽ നിന്റെ ലോറി എന്റത്. അയ്യോ, എടാ, നീ ചെവിയിൽ നുള്ളിക്കോ. പറഞ്ഞു വരാടാ, ഞാൻ വരാടാ. ഇപ്പൊ എല്ലാവരും വിചാരിക്കും ഞാൻ അതിന്റെ ഉള്ളിൽ കൂടെ പോകുന്നു. എന്റെ പട്ടി പോവും. നീ പോടാ. അയ്യോ, 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 അമ്മ. പഞ്ചാബി നിന്റെ അടുത്തല്ല, ആശാന്റെ അടുത്ത് എനിക്ക് പറയണം. ആശാനെ, ലോറിയുടെ താക്കോൽ ആശാന്റെ പോക്കറ്റില. ഒന്നൂടെ പറഞ്ഞ കേട്ടില്ല. ലോറിയുടെ താക്കോല് ആശാന്റെ പോക്കറ്റില. ഇനി എന്താന്ന് വെച്ചാ അയക്കോ. കാര്യല്ലേ, അനുഭവിച്ചോ. ഫ്ലവേഴ്സ് മാർട്ട് ഷോ
ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.